ചെക്ക് മടങ്ങി അഥവാ ചെക്ക് ബൗൺസ് ആയി എന്ന് നമ്മൾ നിരന്തരം കേൾക്കുന്ന കാര്യമാണ്. എന്നാൽ ഇത്തരത്തിൽ ചെക്ക് ബൗൺസ് ആയി കഴിഞ്ഞാൽ എന്ത് നിയമ നടപടിയാണ് സ്വീകരിക്കാൻ കഴിയുക എന്ന് നോക്കാം. നിങ്ങളൊരു ചെക്ക് പ്രസന്റ് ചെയ്ത് അത് ബൗൺസ് ആയി കഴിഞ്ഞാൽ ബാങ്കിൽ നിന്നും ചെക്ക് റിട്ടേൺ ലഭിക്കുകയും കൂട്ടത്തിൽ ചെക്ക് റിട്ടേൺ മെമ്മോ എന്ന ഒരു മെമ്മോ നിങ്ങൾക്ക് അവിടെ നിന്ന് ലഭിക്കുന്നതുമാണ്. അതിൽ എന്തുകൊണ്ടാണ് ചെക്ക് ബൗൺസ് ആയത് എന്നുള്ള കാര്യവും രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. ഇതിനുശേഷം 30 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഈ വ്യക്തിക്ക്, ചെക്ക് തന്ന വ്യക്തിക്ക് നിങ്ങൾക്കൊരു ലോയർ നോട്ടീസ് അയക്കാവുന്നതാണ്. ഈ ലോയർ നോട്ടീസ് കിട്ടി 15 ദിവസത്തിനുള്ളിൽ ഈ വ്യക്തി നിങ്ങൾക്ക് തരാനുള്ള മുഴുവൻ തുകയും മടക്കി തന്നു കഴിഞ്ഞാൽ കേസ് അതോടുകൂടി അവസാനിച്ചു. എന്നാൽ ഈ 15 ദിവസം കഴിഞ്ഞിട്ടും ആ വ്യക്തി നിങ്ങൾക്ക് ഈ എമൗണ്ട്, നിങ്ങൾക്ക് തരേണ്ടതാകുന്ന എമൗണ്ട് തിരിച്ചു നൽകുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അയാൾക്കെതിരെ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഒരു കംപ്ലൈന്റ് മൂവ് ചെയ്യാവുന്നതാണ്. ഈ കംപ്ലൈന്റിനോടൊപ്പം നിങ്ങൾക്ക് ആവശ്യമായ രേഖകൾ, സപ്പോർട്ടീവ് ഡോക്യുമെന്റുകൾ തെളിവിലേക്കായി നൽകാവുന്നതാണ്. ഇതിനുശേഷം നിങ്ങളുടെ കേസ് പരിഗണിച്ചതിന് ശേഷം നിങ്ങൾക്ക് അനുകൂലമായി കേസ് വരികയും പ്രതിക്കെതിരെ കുറ്റം തെളിയിക്കപ്പെടുകയും ചെയ്തു കഴിഞ്ഞാൽ പ്രതിക്ക് ലഭിക്കുന്ന ശിക്ഷ എന്ന് പറയുന്നത് 2 വർഷം വരെ തടവ് ശിക്ഷയും ഡബിൾ ഓഫ് ദി ചെക്ക് എമൗണ്ടുമാണ്. ചെക്കിൽ എത്ര എമൗണ്ട് ആണോ എഴുതിയിരിക്കുന്നത് അതിന്റെ ഡബിൾ ഓഫ് ദി ചെക്ക് എമൗണ്ടുമാണ് ഫൈൻ ശിക്ഷയായി ലഭിക്കുന്നത്.